ഹായ് ഗൈസ്, നമുക്ക് ഇന്നൊരു സ്ഥലം വരെ പോവാം. കഴിഞ്ഞ വർഷം പോയ അതേ സ്ഥലത്തേക്ക് തന്നെ. എവിടേക്കാണ് യാത്ര എന്ന് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഓണം എത്തി, അപ്പോൾ നമുക്ക് എന്തായാലും ഓണം ഷോപ്പിംഗ് ഇവിടെ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. കഴിഞ്ഞ കൊല്ലത്തെ എൻ്റെ ബാലരാമപുരം വ്ളോഗിൽ ഒരുപാട് പേര് ചോദിച്ച ഡൗട്ടുകൾ ഈ വ്ളോഗിൽ തീർക്കാൻ പറ്റുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓണം ആയി കഴിഞ്ഞാൽ വേറെ ഒന്നും നോക്കാതെ നേരെ ബാലരാമപുരത്തേക്ക് വിടുക, അവിടെ നിന്ന് സാരി എടുക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു ചടങ്ങായി ഞങ്ങൾക്ക്. ഈ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു. ഈ ഒരു വർഷം കൊണ്ട് റോഡുകൾക്കൊക്കെ നല്ല മാറ്റമായി. കഴിഞ്ഞ കൊല്ലത്തെ വ്ളോഗിൽ ഒരുപാട് പേര് ചോദിച്ചതാണ് ഇതുപോലത്തെ കൈത്തറി അല്ലാത്ത അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻ അവിടെ ഉണ്ടോ, ക്വാളിറ്റി ഉള്ളതാണോ, അതൊക്കെ ഒന്ന് കാണിക്കാമോ എന്നൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഈ തവണ ഞങ്ങൾ കൂടുതലും അഫോർഡബിൾ റേഞ്ചിലുള്ളത് നോക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഒരു വളവ് തിരിഞ്ഞങ്ങോട്ട് ചെല്ലുമ്പോൾ രണ്ട് സൈഡും ഹാൻഡ്ലൂം സ്റ്റോഴ്സിന്റെ ഒരു ബഹളാണ്. ഏത് കടയിൽ കയറും, ഏത് എടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്ക് ഇവിടെ നിന്നേ സ്റ്റാർട്ട് ചെയ്യും. ഈ കടയാണ് നല്ലത്, ആ കടയാണ് നല്ലതെന്ന് പറഞ്ഞു തരാനൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് മനസ്സിലായത് എല്ലാ കടകളിലും എല്ലാ ഡിസൈനുകളും അവൈലബിൾ ആണ്. ഹാൻഡ്ലൂമും മാത്രമല്ല അഫോർഡബിൾ ആയിട്ടുള്ളതും ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്ന കടയിൽ വരൂ, ഈ കടയാണ് ഏറ്റവും നല്ലത്, ഇവിടെയാണ് ഏറ്റവും കളക്ഷൻ എന്നൊന്നും പറഞ്ഞു തരാനായിട്ട് എനിക്കറിയില്ല. ഒരു ദിവസം കൈപ്പിടിച്ച് വരിക, എന്നിട്ട് ഓരോ കടകളിലും കയറി നോക്കുക, അഫോർഡബിൾ ആയിട്ടുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കളക്ഷൻ ഏതാണോ അവിടെ നിന്ന് എടുക്കുക. ഇനി ഞങ്ങൾ ഏത് കടയിൽ നിന്നാണ് എടുത്തതെന്ന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഇതൊരു പ്രൊമോഷൻ വീഡിയോ എന്നല്ല, ആദ്യമേ പറയാം. കഴിഞ്ഞ കൊല്ലം എടുത്ത അതേ കടയിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഈ തവണ ഷോപ്പ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. വേറെ ഒന്നല്ല, അവരെ കസ്റ്റമർ സർവീസും അതുപോലെ തന്നെ കളക്ഷനൊക്കെ കൊള്ളാം. പിന്നെ നമ്മളെടുത്ത മെറ്റീരിയൽ ആയാലും ഈ ഒരു 1 ഇയർ കൊണ്ട് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു കാര്യം പറയാം, ഈ ഹാൻഡ്ലൂം സാരീസും സെറ്റ് മുണ്ടിലൊക്കെ നമ്മുടെ കണ്ണൊന്നും അടക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നിലും നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. എന്ത് ഭംഗിയാണെന്നറിയാമോ ഓരോന്നും കാണാനായിട്ട്. ഷോപ്പിന്റെ ഫ്രണ്ട് ചെറുതാണെങ്കിലും അകത്തേക്ക് വിശാലമായിട്ടാണ് കിടക്കുന്നത്. കയറുമ്പോൾ തന്നെ നമ്മുടെ കിളിപോവും. പിന്നെ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ലേഡീസിന് മാത്രമല്ല ജെൻസിനും കുട്ടികൾക്കൊക്കെ ഉള്ള ഡ്രസ്സുകൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ ആക്ച്വലി ഒരു വീക്ക് ഡേയിലാണ് വന്നതെങ്കിലും അത്യാവശ്യം തിരക്കൊന്നുണ്ടായിരുന്നു. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർക്ക് ബാലരാമപുരം എന്താണെന്ന് അറിയാത്തവർക്കും വേണ്ടി കുറച്ച് കാര്യം ഞാൻ പെട്ടെന്ന് പറഞ്ഞുതരാം. നമ്മുടെ സ്വന്തം കേരളത്തിന്റെ കൈത്തറി പെരുമയ്ക്ക് ഒരുപാട് പേര് കേട്ടൊരു നാടാണ് ബാലരാമപുരം. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ നേരിട്ട് നമുക്ക് മാനുഫാക്ചറേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നല്ല റീസണബിൾ പ്രൈസിന് നമുക്ക് നല്ല ക്വാളിറ്റി ഉള്ള സെറ്റ് മുണ്ടും സെറ്റ് സാരിയൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും. പിന്നെ ഇവിടെയാണ് ഓരോ വർഷത്തെയും ലേറ്റസ്റ്റ് കളക്ഷൻ ആദ്യമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് യുണീക്ക് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ഈ തവണ പോയപ്പോൾ ഞാൻ പ്രൈസിന്റെ കാര്യങ്ങളൊക്കെ അവരോട് ചോദിച്ചിരുന്നു. അഫോർഡബിൾ ആയിട്ടുള്ളതും ഉണ്ട്, എന്നാൽ ഹാൻഡ്ലൂമിനൊക്കെ അത്യാവശ്യം റേറ്റിലും ഉണ്ട്. പക്ഷെ നമുക്ക് അവർ ഡിസ്കൗണ്ടും തരും കേട്ടോ. സാധാ ഒരു കടയിൽ പോയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ പ്രൈസിനായിരിക്കും ഈ സെയിം പ്രൊഡക്റ്റ് കിട്ടുക. കണ്ടോ, ഇതുപോലെയാണ് രണ്ട് സൈഡിലും ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെയാണ് ഓരോ ഷോപ്സ് ഉള്ളത്. ഫ്രണ്ട് ഏകദേശം എല്ലാ കടകൾക്കും ചെറുതാണെങ്കിലും അകത്തേക്ക് വലിയൊരു സ്പേസ് ഉണ്ട്. പാർക്കിംഗ് സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ചെറിയ ചെറിയ ചായക്കടകളും ചെറിയ ഹോട്ടലുകളൊക്കെ ഇതിൻ്റെ അകത്തൊക്കെ തന്നെ ഉണ്ട്. ബാലരാമപുരം ആക്ച്വലി ഓണത്തിന് ഒരു ബിഗ്ഗസ്റ്റ് ഷോപ്പിംഗ് ഡെസ്റ്റിനേഷൻ ആണ് കേട്ടോ. എല്ലാ ഷോപ്സും എനിക്ക് തോന്നുന്നത് സൺഡേ ഒക്കെ ഓപ്പൺ ആണ്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഒന്ന് ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണുക. ഞാൻ ബാക്കി കാര്യങ്ങൾ അതിന് ശേഷം പറയാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ സെയിം സ്റ്റോറിൽ തന്നെയാണ് കഴിഞ്ഞ വർഷവും ഞങ്ങൾ പർച്ചേസ് ചെയ്തത്. ആ സ്ട്രീറ്റിലൊരു അമ്പലമുണ്ട്. അമ്പലത്തിന്റെ ബാക്ക് സൈഡിലാണ് ഈ കട വരുന്നത് കേട്ടോ. ഇനി നമുക്ക് കഴിഞ്ഞ വ്ളോഗിൽ ഉൾപ്പെടുത്താത്ത ഒരു മെയിൻ ആയിട്ടുള്ള സംഭവം കാണിച്ചു തരാം. ഈ കടയുടെ ഫ്രണ്ട് കണ്ടാൽ പറയോ ഇതുപോലെ ഒരു സ്പേസ് ഇതിന്റെ അകത്തുണ്ടെന്ന്.
നല്ല പാടല്ലത്. ഒരു മുണ്ടിന് ഒരു സെറ്റ് മുണ്ടിന് 6 മണിക്കൂറാ? മുണ്ട് മാത്രം. സാരി ആണെങ്കിലോ? നാളെ തീരും. ആ ചേച്ചി പറഞ്ഞത് മുണ്ട് നേരിയതിൽ ഒരു മുണ്ട് മാത്രം നെയ്യാനായിട്ട് 6 മണിക്കൂർ വേണമെന്നാണ്. സെറ്റ് സാരി ആണെങ്കിൽ ഇന്ന് ചെയ്താൽ നാളെയാണ് തീരുക. 250 രൂപയാണ് അവരുടെ കൂലി. ഇവരുടെയൊക്കെ രാപ്പകലില്ലാത്ത കഷ്ടപ്പാടിന്റെയും കഠിനാധ്വാനത്തിന്റെയും ഒക്കെ റിസൾട്ടാണ് ഓരോ ഹാൻഡ്ലൂം സാരിയിലൊക്കെ ഉള്ളത്. അങ്ങനെ നമ്മൾ ഓണത്തിന്റെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് അവരോടൊക്കെ യാത്രയും പറഞ്ഞ് ഇനി അടുത്ത ഓണത്തിന് കാണാമെന്നും പറഞ്ഞ് വെടിവെച്ചാങ്കോവിൽ എത്തിയപ്പോൾ അവിടെ നിർത്തി ഒന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു. ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഈ സാരികളൊക്കെ ഞാൻ ഉടുക്കുമ്പോൾ സാരി എടുത്തു തന്ന ആ ചേച്ചി തൊട്ട് ഓരോ ഡ്രസ്സും നെയ്യുന്ന ആ ചേച്ചിമാരെയും ഞാൻ ഓർക്കും. ഓരോ ഷോപ്പിംഗ് കവറിലും വേറെ ഒരു ഡ്രസ്സ് മാത്രമല്ല ഉള്ളത്, ഒരു നാടിന്റെ പാരമ്പര്യം കൂടിയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ ശരി, ഈ വ്ളോഗ് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.